പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വേദ ആ ഒരു സത്യം മനസ്സിലാക്കുന്നുണ്ട്. ദീപ്തിയുടെ പുറകെ നടക്കുന്ന ആ പയ്യൻ അത് മറ്റാരുമല്ല, MLA വാസവന്റെ സ്വന്തം മകനായിട്ടുള്ള വരുൺ തന്നെയായിരുന്നു. വേദയുടെ ചിന്തകൾ മുഴുവൻ തന്റെ അനിയത്തിയായിട്ടുള്ള ദീപ്തിയെക്കുറിച്ചായിരുന്നു. ദീപ്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന വരുൺ എന്ന ചെറുപ്പക്കാരൻ അവൻ വെറുമൊരു കാമുകനല്ല, മറിച്ച് തന്റെ അനിയത്തിയുടെ ജീവിതം തന്നെ തകർക്കാൻ വന്ന കാലനാണെന്ന സത്യം വേദയെ വല്ലാതെ അസ്വസ്ഥയാക്കിയിരുന്നു. വരുണിനെ കുറിച്ചുള്ള സത്യങ്ങൾ വേദക്ക് വ്യക്തമായിട്ടറിയാം. പുറമെ മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞു നടക്കുന്ന അവൻ യഥാർത്ഥത്തിൽ വലിയ വഞ്ചകനാണെന്നും അവന്റെ കെണിയിൽ വീണ് എത്രയോ പെൺകുട്ടികളുടെ ജീവിതം തകർന്നിട്ടുണ്ടെന്നും വേദക്ക് അറിവുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ, അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാതെ വരുണിന്റെ സ്നേഹത്തിൽ അന്ധയായി വിശ്വസിച്ചിരിക്കുകയായിരുന്നു ദീപ്തി. വേദയുടെ ഉള്ളിലെ ആദി വർദ്ധിച്ചു. അവൾ ഫോണെടുത്ത് ദീപ്തിയെ വിളിക്കാൻ തീരുമാനിച്ചു. കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും പറഞ്ഞ് ദീപ്തിയെ സത്യം ബോധ്യപ്പെടുത്തണം. അവളെ ആ ചതിക്കുഴിയിൽ നിന്നും രക്ഷിക്കണമെന്നൊരൊറ്റ ചിന്ത മാത്രമേ വേദക്കുണ്ടായിരുന്നുള്ളൂ. ഫോൺ റിംഗ് ചെയ്തു. മറുതലക്കിൽ ദീപ്തി ഫോണ് കയ്യിലെടുത്തു. സ്ക്രീനിൽ തെളിഞ്ഞ ചേച്ചിയുടെ പേര് കണ്ടപ്പോൾ ദീപ്തിയുടെ മുഖം ചൊളിഞ്ഞു. ചേച്ചി ചേച്ചി എന്തിനായിരിക്കും ഇപ്പോൾ വിളിക്കുന്നത്? തീർച്ചയായിട്ടും വരുണിനെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയാനായിരിക്കും, അല്ലെങ്കിൽ തന്റെ സ്നേഹത്തെ എതിർക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ദീപ്തിയുടെ മനസ്സ് മന്ത്രിച്ചു. അവൾക്ക് വേദിയോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഫോൺ കട്ട് ചെയ്തു. വിളിച്ചിട്ടും ദീപ്തി ഫോൺ എടുക്കാത്തത് കൊണ്ട് വേദയുടെ ആശങ്ക വർദ്ധിച്ചു. അവൾ മനഃപൂർവ്വം ഫോൺ കട്ട് ചെയ്തതാണ്. അവൾക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷേ എനിക്കിങ്ങനെ കയ്യും കെട്ടി നോക്കിയിരിക്കാനൊന്നും കഴിയില്ലല്ലോ. വരുൺ എന്ന ഫ്രോഡിന്റെ കയ്യിൽ നിന്നും എന്റെ അനിയത്തിയെ രക്ഷിച്ചേ മതിയാവൂ, വേദ സ്വയം പറഞ്ഞു. വാസവൻ എന്ന ഗുണ്ടയുടെ മകനാണ് വരുൺ. അച്ഛന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് എന്തു തോന്നിയാവാസവും കാണിക്കാൻ മടിയില്ലാത്തവൻ. അവന്റെ ക്രൂരതകൾക്ക് ഇരയായ ഒരു പെൺകുട്ടി ഇപ്പോഴും നരകിച്ച് ജീവിച്ചിരിക്കുന്നുണ്ട്. ആ സത്യം ദീപ്തി അറിയുന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ വേദയുടെ നെഞ്ചു നീറി. ഈ സമയം വേദയുടെ ഭർത്താവ് വിക്രം മുറിയിലേക്ക് കടന്നു വന്നു. അയ്യപ്പ ഭക്തനായി മാലയിട്ടിരിക്കുന്ന സമയത്തായതിനാൽ വിക്രമിന്റെ മുഖത്ത് വല്ലാത്തൊരു ശാന്തിയും തേജസ്സും ഉണ്ടായിരുന്നു. എന്നാൽ വേദയുടെ മുഖത്തെ വിഷമം കണ്ടപ്പോൾ വിക്രമിന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. എന്താ വേദേ, നീ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? മുഖത്തൊരു വല്ലാത്ത ടെൻഷനുണ്ടല്ലോ, വിക്രം ചോദിച്ചു. വേദ തന്റെ ആശങ്കകൾ വിക്രമിനോട് പങ്കുവെച്ചു. വിക്രം, എനിക്ക് ദീപ്തിയെ ഓർത്ത് ഭയമാകുന്നു. ആ വരുൺ അവളെ ചതിക്കുഴിയിൽ വീഴ്ത്തുകയാണല്ലോ. അവൻ നമ്മളോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് അവളെ ഉപയോഗിക്കുകയാണോ എന്നാ ഞാൻ ഭയക്കുന്നത്. അവനൊരു വഞ്ചകനാണ്. അവന്റെ അച്ഛൻ വാസവന്റെ സ്വാധീനം വെച്ച് അവൻ എന്തും ചെയ്യും. ദീപ്തി ഇതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. ഇത് കേട്ട വിക്രത്തിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. പഴയ വിക്രമായിരുന്നെങ്കിൽ ഒരു നിമിഷം പോലും വൈകാതെ പോയി വരുണിന്റെ പല്ലടിച്ചങ്ങ് കൊഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ താൻ വ്രതശുദ്ധനാണ്. സ്വാമി അയ്യപ്പന്റെ മാല കഴുത്തിലുണ്ട്. അക്രമം പാടില്ല, കോപം പാടില്ല. വിക്രം പല്ലുകൾ കടിച്ചു പിടിച്ചു. അവന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം വേദ. അവനെ അന്ന് ഞാൻ വെറുതെ വിട്ടതാണ് എന്റെ തെറ്റ്. അവനെ തല്ലി നന്നാക്കാനൊക്കെ എനിക്കറിയാം. പക്ഷേ വിക്രം ഒന്ന് നിർത്തി. അത് കേട്ട് വേദ പറയുന്നുണ്ട്, വേണ്ട വിക്രം, ഇപ്പൊ മാലയിട്ടിരിക്കുന്ന സമയമല്ലേ, ആക്രമണത്തിനൊന്നും പോവരുത്. അതൊരു പക്ഷേ കാര്യങ്ങളൊക്കെ കൂടുതൽ വഷളാക്കുകയുള്ളൂ. വേദ വിക്രത്തെ തടഞ്ഞു. വിക്രം ഒന്ന് നെടുവീർപ്പിട്ടു. ശരിയാണ്, ഞാനിപ്പോൾ ശാന്തനായിരിക്കണം. പക്ഷേ നിന്റെ അനിയത്തിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവാതെ എനിക്ക് സമാധാനമില്ല. ഞാൻ അവളോട് നേരിട്ട് സംസാരിക്കാം. കാര്യങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അവൾ കേൾക്കുന്നില്ലെങ്കിൽ മാത്രം ഞാൻ എൻ്റെ രീതിയിൽ ഇടപെട്ടോളാം. വിക്രം വേദക്ക് ഉറപ്പു നൽകി. വേദയുടെ മനസ്സിന് അത് ചെറിയൊരു ആശ്വാസം നൽകി. എങ്കിലും ഉള്ളിലെ ഭയം പൂർണ്ണമായിട്ടും വിട്ടുമാറിയിരുന്നില്ല. പിറ്റേന്ന് രാവിലെ വിക്രം തന്റെ വർക്ക്ഷോപ്പിലേക്ക് എത്തി. അവിടെ രാജേട്ടനും ജോസഫും ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. വിക്രത്തിന്റെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ രാജേട്ടൻ കാര്യം തിരക്കി. വിക്രം ദീപ്തിയുടെയും വരുണിന്റെയും കാര്യം അവരോട് വിശദീകരിച്ചു. ഇതൊരു വലിയ ചതിക്കുഴിയാണ് വിക്രം. ആ വാസവന്റെ മകൻ വെറും ഒരു സാധാരണക്കാരനല്ല. അവൻ നമ്മളെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. രാജേട്ടൻ അഭിപ്രായപ്പെട്ടു. അതേ രാജേട്ട, എനിക്കറിയാം, അന്ന് അവനെ കൊല്ലാതെ വിട്ടത് വലിയ തെറ്റായി പോയി. ഇന്നിപ്പോ തോന്നുന്നു അവൻ കാരണം എത്രയോ പെൺകുട്ടികളാണ് കണ്ണീര് കുടിക്കുന്നത്. ഇപ്പോ എന്റെ ഭാര്യയുടെ അനിയത്തിയും അവന്റെ വലയിൽ വീണിരിക്കുന്നു. എനിക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാനൊന്നും കഴിയില്ല. വിക്രത്തിന്റെ വാക്കുകളിൽ അമർഷം നിറഞ്ഞു നിന്നിരുന്നു. രാജേട്ടൻ വിക്രമിനെ സമാധാനിപ്പിച്ചു. നീ ഇപ്പോൾ വ്രതശുദ്ധിയിലല്ലേ വിക്രം, ഈ സമയത്ത് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. മലക്ക് പോയി വന്നതിന് ശേഷം നമുക്ക് അവനെ നേരിടാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വെച്ച് നല്ല പണി കൊടുക്കാം. ഇപ്പൊ നീ ശാന്തനായിരിക്കൂ. രാജേട്ടന്റെ വാക്കുകൾ വിക്രത്തിനെ അല്പം തണുപ്പിച്ചു. എങ്കിലും വരുണിനോടുള്ള പക അവന്റെ ഉള്ളിൽ കനൽ പോലെ എരിയുന്നുണ്ടായിരുന്നു. മറ്റൊരു വശത്ത് വിശ്വന്റെ ബിസിനസ് പച്ചപിടിച്ചു തുടങ്ങിയിരുന്നു. കടയിലേക്ക് കൂടുതൽ ഓർഡറുകളൊക്കെ ലഭിക്കുന്നു. വിശ്വനും ശ്രീജയും സന്തോഷത്തിലാണ്. എന്നാൽ ഇത് കണ്ട് സഹിക്കാൻ കഴിയാത്ത ഒരാളുണ്ടായിരുന്നു ആ വീട്ടിൽ, നന്ദിനി. വിനായകന്റെ ഭാര്യയായ നന്ദിനിക്ക് വീട്ടിലെ ജോലികൾ ചെയ്യാനും മറ്റുള്ളവരുടെ സന്തോഷത്തോടെ ഇരിക്കുന്നതും കാണുന്നതൊന്നും ഒട്ടും തന്നെ പിടിക്കുന്നുണ്ടായിരുന്നില്ല. അടുക്കളയിൽ പാത്രം കഴുകുന്നതിൽ തന്നെ അവൾ വിനായകനോട് കയർത്തു. എനിക്ക് വയ്യ, ഈ വീട്ടിലെ പണിയെല്ലാം തന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാനൊന്നും എനിക്ക് മടുത്തു. നിങ്ങളുടെ ചേട്ടനും ഭാര്യയും ബിസിനസ് നോക്കി സുഖമായി നടക്കുന്നു. ഞാൻ ഇവിടെ കടന്ന് നടു ഓടിക്കണം.
എനിക്ക് പറ്റില്ല, നമുക്ക് വേറെ വീട്ടിലേക്ക് മാറിപ്പോവണം. നന്ദിനിയുടെ വാക്ക് കേട്ട് വിനായകൻ നിസ്സഹായനായി നിന്നു. ഇപ്പോ പെട്ടെന്ന് എങ്ങനെയാ നന്ദിനി വീട് മാറുന്നത്? അതിനുള്ള സാമ്പത്തികമൊന്നും നമ്മുടെ കയ്യിലില്ല. നീ കുറച്ചൊന്ന് ക്ഷമിക്ക്. നന്ദിനി അടങ്ങിയില്ല. നിങ്ങൾക്കെപ്പോഴും ആ വേദ പറയുന്നത് മാത്രാണല്ലോ വേദവാക്യം. അവൾ എന്ത് പറഞ്ഞാലും അതനുസരിക്കാൻ നിങ്ങൾ തയ്യാറാണ്. സ്വന്തം ഭാര്യയുടെ കഷ്ടപ്പാടൊന്നും നിങ്ങൾ കാണില്ല. നന്ദിനി ദേഷ്യത്തോടെ ഓരോന്ന് പറഞ്ഞ് വിനായകനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. വിനായകൻ മറുപടിയൊന്നും പറയാനാവാതെ തല താഴ്ത്തി നിന്നു. പിന്നീട് ഫോണിലൂടെ ദീപ്തിയെ കിട്ടാത്തത് കൊണ്ട് തന്നെ വേദ നേരിട്ട് ദീപ്തിയെ കാണാൻ തീരുമാനിച്ചു. അവൾ ദീപ്തിയുടെ വീട്ടിലെത്തി വാതിൽ മുട്ടി. ദീപ്തി വാതിൽ തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്ന വേദയെ കണ്ട് അവളുടെ മുഖം ഇരുണ്ടു. നീ ഇങ്ങോട്ടേക്ക് വാ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, വേദ ഗൗരവത്തോടെ പറഞ്ഞു. എനിക്ക് ചേച്ചിയോട് ഒന്നും സംസാരിക്കാനില്ല, ഒന്നും കേൾക്കാനും താല്പര്യമില്ല. ദീപ്തിയുടെ മറുപടി രൂക്ഷമായിരുന്നു. എങ്കിലും വേദ വിട്ടില്ല. നീ പറയുന്നത് കേൾക്കണം ദീപ്തി. ആ വരുൺ നല്ലവനല്ല, അവൻ നിന്നെ ചതിക്കാണ്. അവന്റെ ചരിത്രം നിനക്കറിയില്ല. അവൻ എത്രയോ പെൺകുട്ടികളെയാണ് വഞ്ചിച്ചിട്ടുള്ളതെന്ന് നിനക്കറിയാമോ? ദീപ്തി പുച്ഛത്തോടെ ചിരിച്ചു. ഓ, തുടങ്ങി. എന്റെ കാമുകനെ കുറ്റം പറയാൻ വന്നതാണല്ലേ? ചേച്ചിയുടെ ഭർത്താവ് വിക്രമിനെ പോലെ ഗുണ്ടയൊന്നുമല്ല വരുൺ. അവൻ അന്തസ്സുള്ള കുടുംബത്തിലെ ആളാണ്. ചേച്ചിക്ക് അസൂയാണ്. വിക്രമേട്ടൻ പാപം വരുണിനെ തല്ലിയതൊക്കെ എനിക്കറിയാം. എന്നിട്ടും അവൻ ക്ഷമിച്ചു. ഇനി അവന്റെ ദേഹത്ത് കൈവെക്കാൻ ചേച്ചിയുടെ ഭർത്താവെങ്ങാനും വന്നാ പിന്നെ ഞാൻ നോക്കി നിൽക്കില്ല. സ്വന്തം ഭർത്താവിനെ കുറിച്ച് അനിയത്തി ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് വേദക്ക് ശരിക്കും ദേഷ്യം വന്നു. എടി, നീ എന്താടി പറയുന്നത്? വിക്രമേട്ടൻ നിനക്ക് വേണ്ടി? എനിക്കൊന്നും കേൾക്കണ്ട ചേച്ചി. എനിക്ക് വരുണിനെ വിശ്വാസാണ്. ചേച്ചിക്ക് ഇവിടെ നിന്നും പോവാം. ദീപ്തി വേദയുടെ മുഖത്തു നോക്കി തന്നെ വാതിലടച്ചു. വേദ അപമാനിതയായി. എന്നാൽ അതിലുപരി അനിയത്തിയുടെ ഭാവിയോർത്തുള്ള വേദനയോടെ അവൾ അവിടെ നിന്നും മടങ്ങി. ദീപ്തിയോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ വേദ അവസാന ശ്രമം എന്ന നിലയിൽ അച്ഛൻ ശങ്കരനാരായണനെ കാണാൻ തീരുമാനിച്ചു. കോടതിയിലെ തിരക്കുകൾക്കിടയിലും അവളുടെ ശബ്ദത്തിലെ ഇടർച്ച തിരിച്ചറിഞ്ഞ ശങ്കരനാരായണൻ അവളെ കാണാനെത്തി. എന്താ മോളെ, എന്താ ഇത്ര അടിയന്തിരമായി പറയാനുള്ളത്? അച്ഛന്റെ ചോദ്യത്തിനു മുന്നിൽ വേദ എല്ലാം തന്നെ തുറന്നു പറഞ്ഞു. അച്ഛാ, ദീപ്തി വലിയൊരു അപകടത്തിലാണ് പോകുന്നത്. അവൾ ആ വരുണുമായി സ്നേഹത്തിലാണ്. വാസവന്റെ മകൻ വരുൺ, അവൻ വെറും ഒരു ഫ്രോഡാണച്ചാ. പെൺകുട്ടികളെ ചതിക്കുന്നവനാണവൻ. ഞാൻ പറഞ്ഞിട്ട് അവളൊന്നും കേൾക്കുന്നില്ല. അവൻ എന്നെയും വിക്രമിനെയും ശത്രുക്കളെ പോലെയാണ് കാണുന്നത്. അച്ഛന് മാത്രമേ ഇതിനൊരു പരിഹാരമുണ്ടാക്കാൻ കഴിയുള്ളൂ. വാസവന്റെ മകനാണ് തന്റെ മകളുടെ കാമുകൻ എന്നറിഞ്ഞപ്പോൾ ശങ്കരനാരായണൻ ശരിക്കും ഞെട്ടിത്തരിച്ചു. അദ്ദേഹത്തിന്റെ നെഞ്ചിലൊരു പിടച്ചിൽ അനുഭവപ്പെട്ടു. എന്ത്? വാസവന്റെ മകനോ? അവനാണോ ദീപ്തിയുടെ മനസ്സിൽ? അതെ അച്ഛാ, അച്ഛൻ എങ്ങനെയെങ്കിലും ഇത് അവളെ നിന്ന് ഉപദേശിച്ച് പിന്തിരിപ്പിക്കണം. പക്ഷേ വഴക്ക് പറയാനൊന്നും നിൽക്കരുത്. അവൾ എന്ത് എടുത്തുചാട്ടവും കാണിക്കാൻ മടിക്കില്ല. അച്ഛൻ സ്നേഹത്തോടെ തന്നെ കാര്യങ്ങളൊക്കെ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. വേദ അച്ഛന്റെ കൈപിടിച്ച് അപേക്ഷിച്ചു. ശങ്കരനാരായണന്റെ മനസ്സ് വല്ലാതെ ഭാരപ്പെട്ടു. താൻ വളർത്തി വലുതാക്കിയ മകൾ ഇങ്ങനൊരു കെണിയിൽ പോയി വീണല്ലോ എന്നോർത്ത് അദ്ദേഹം വേദനിച്ചു. ശരി മോളെ, ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ അവളോട് സംസാരിക്കാം. വേദക്ക് അച്ഛന് പ്രതീക്ഷയുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞാൽ ദീപ്തി കേൾക്കാതിരിക്കില്ല എന്ന് അവൾ വിശ്വസിച്ചു. ശങ്കരനാരായണൻ വലിയ ഉത്തരവാദിത്വവും പേറി മകളുടെ ഭാവി രക്ഷിക്കാനായി വീട്ടിലേക്ക് തിരിച്ചു. വേദയുടെ മനസ്സിലും വിക്രമിന്റെ ഉള്ളിലും ശങ്കരനാരായണന്റെ ഹൃദയത്തിലും ഇപ്പോ ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ദീപ്തി സത്യം തിരിച്ചറിയണമെന്ന പ്രാർത്ഥന. ആ വഞ്ചകന്റെ വലയിൽ നിന്നും ദീപ്തി എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടണമെന്ന ആ ഒരു പ്രാർത്ഥന. അങ്ങനെ ശങ്കരനാരായണൻ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം ദീപ്തിയെ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ പോലും അച്ഛന്റെ വാക്ക് ദീപ്തി വിലക്കെടുക്കുമോ, അതോ വരുണിന്റെ മായാവലയത്തിൽ അവൾ പൂർണ്ണമായും കുടുങ്ങിപ്പോകുമോ എന്നും, വിക്രം തന്റെ വ്രതശുദ്ധി കാത്തു സൂക്ഷിക്കുമോ, അതോ വരുണിനെ നേരിടാൻ നിർബന്ധിതനാകുമോ എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ. നെക്സ്റ്റ് വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും.